എൻ്റെ പേര് ജോഹാൻ. ഇത് എൻ്റെ ഫാമിലിയാണ്. വൈഫ് റെമി, മകൻ ഹീത്ത്, മകൾ ഏക. ഞങ്ങൾ കാക്കനാട്ട് ക്ലേസി സൈസ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഒരുപാട് ഓൺലൈനിലും എല്ലാം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നിലും ഞങ്ങൾക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഒന്നെങ്കിൽ ബഡ്ജറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അവരുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം കണ്ടപ്പം ഐ ലൈക്ക് ദ ബിൽഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് ആരാ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് സർപ്രൈസിംഗ്ലി അവൻ പറയുന്നത്, എടാ നമ്മുടെ ക്ലാസ്മേറ്റ് ആണ് ഇത് ചെയ്തത്, അത് പോളാശ്ശേരി ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ ആക്ച്വലി പണ്ട് മറന്നുപോയ ഒരു ബന്ധം എനിക്ക് പുതുക്കിയെടുക്കാൻ ഒരു അവസരം കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ പൗലോസിനെ വിളിക്കുന്നത്. അവൻ്റെ പഴയ കോളേജ് മേറ്റ് ആയിരുന്നു. അങ്ങനെ അവനെ പരിചയപ്പെട്ട് അവനെ കമ്മ്യൂണിക്കേഷൻ പുതുക്കി ഞാൻ അവനോട് പറഞ്ഞിടാ, എനിക്ക് ഇങ്ങനെ നീഡുണ്ട്, ഞാൻ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു, അപ്പോൾ നീ ഒരു ഇൻറ്റീരിയർ ചെയ്യണം, നീ ഒന്ന് അഡ്വൈസ് ചെയ്യും, നീ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പോളാശ്ശേരി ആർക്കിടെക്ട്സിൽ എനിക്ക് ഇൻറ്റീരിയർ വർക്കുമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പൗലോസിനെ കോൺടാക്ട് ചെയ്ത് ഇൻറ്റീരിയർ വർക്കിനെ കാര്യം സംസാരിക്കുമ്പോൾ പൗലോസ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചേട്ടാ, നീ എന്നോട് എഞ്ചിനീയറിംഗ് പഠിച്ചത് ഇലക്ട്രോണിക്സ്, നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഷിനിയെ പരിചയപ്പെടുന്നത്. ഷിനിയായിരുന്നു ആർക്കിടെക്ട്. ഷിനിയാണ് ആക്ച്വലി ഡിസൈനും കാര്യങ്ങളും ചെയ്തത്. പൗലോസ് ആണ് ഇതിൻ്റെ കോർഡിനേഷൻ, ബഡ്ജറ്റ്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഞാൻ പൗലോസിനോട് ബഡ്ജറ്റ് പറയുമ്പോൾ അത് ഷിനിയുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും അഫക്റ്റ് ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി ഒരു വേറൊരു സ്റ്റേജ് ആയിട്ടും ബഡ്ജറ്റ് വേറൊരു സ്റ്റേജ് ആയിട്ടും രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. കാരണം ഞങ്ങളുടെ ബഡ്ജറ്റ് ഒരിക്കലും ഷിനിയെ അഫക്റ്റ് ചെയ്യാതെ ഷിനിയുടെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ വരികയും ഞങ്ങളുടെ ബഡ്ജറ്റ് പൗലോസ് അത് ഹാൻഡിൽ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതാണ് ഞങ്ങൾക്ക് ആക്ച്വലി ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നിയത്. അവിടെ നിന്ന് ജോണി ഞങ്ങളുടെ പിന്നെ ഒരു ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൺസേൺസിനെല്ലാം ആൻസർ ചെയ്ത് വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദിസ് പ്രോജക്റ്റ്. ബട്ട് പല സമയങ്ങളിൽ ഞങ്ങൾക്കൊരു പോസ് എടുക്കേണ്ടി വന്നിരുന്നു ഫോർ മെനി റീസൺസ്. ആൻഡ് പോളൻഷിനിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ദേ വർ വെരി പേഷ്യൻറ്റ് വിത്ത് അസ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരാനും അല്ലെങ്കിൽ എവിടെ പോസ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ഒരു അനിഷ്ടത്തോടെ ഒന്നും കാണാതെ ഞങ്ങളുടെ കൂടെ നിന്ന് ത്രൂ ഔട്ട് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്ട് ദേ വർ വിത്ത് അസ്. പിന്നെ ആസ് എ കപ്പിൾ it was easier to talk to them because my husband was most of the time out of station. So ഞാനായിരിക്കും കൂടുതലും സംസാരിക്കേണ്ടി വരിക. അപ്പം ഡിസ്കഷൻസിനാണെങ്കിലും എന്ത് കാര്യത്തിന് ഞാൻ ചെല്ലുമ്പോഴും they were very welcoming and എന്നെ അക്കോമഡേറ്റ് ചെയ്യാനും എൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാനും ഞാൻ മുന്നോട്ട് വെക്കുന്ന സജഷൻസ് എപ്പോഴും I remember every time I given a suggestion I say I don't know if it is right or wrong. But they were all ears. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് they used to give their feedback. And only if it was acceptable to both of us did they proceed with the work. So it was very easy to talk to them. And yes, the journey was really nice. പറയാണെങ്കിൽ ഒരു 1.5 years ആയി ആക്ച്വലി ഞങ്ങൾ ടോക്സ് തുടങ്ങിയിട്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ടൈമിന് അവർ കാര്യം ഞങ്ങൾ എപ്പം തൊട്ട് ഒരു പേസ് ഞങ്ങൾ സ്പീഡപ്പ് ചെയ്തു, അപ്പം തന്നെ അവരും അതിൻ്റെ കൂടെ തന്നെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. Within a month we got our project completed. So the dedication from their part, അത് പറയാതിരിക്കാൻ പറ്റില്ല. എനി ടൈം ഞാൻ സൈറ്റ് വിസിറ്റിന് വരുമ്പോഴും എല്ലാം ഫോളോവേഴ്സ് വാസ് ഹിയർ ടെലിങ് ഈച്ച് ആൻഡ് എവറിതിങ്. ഓരോ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് അത് കാര്യങ്ങൾ കൺവേ ചെയ്ത് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അത് നോക്കി നിർത്തി. ഷിനിയുടെ അടുത്താണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഓൺ കോൾ, എന്താണെങ്കിലും നമുക്ക് എന്ത് കൺസേൺസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് ഇവിടെ ഇച്ചിരി പ്രശ്നമല്ലേ അല്ലെങ്കിൽ അത് അവിടെ നമുക്ക് ഇച്ചിരി കൂടെ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഡിസൈൻ അത് കോട്ടം തട്ടോ അതൊന്നും നോക്കാതെ എങ്ങനെ വി ക്യാൻ വർക്ക് around it and ചിന്തിച്ച് they used to come up with a very good solution to any of my concerns and problems. So we are very happy that actually we got the right people for this job and we hope that we were also a good client. അതേപോലെ
പൗലോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ he never says no. നമ്മളിപ്പം പല ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് റീൽസ് കാണാൻ തുടങ്ങി. എങ്ങനെ വേണം ഇന്റീരിയർ, എങ്ങനെ വേണം, ഇത് ചെയ്യണോ, അത് വേണോ, ഇത് ഇംപ്രൂവൈസ് ചെയ്യണോ, അങ്ങനെ പല ഐഡിയാസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ പൗലോസിനോട് ഷെയർ ചെയ്യുമ്പോൾ ഹീസ് ലൈക്ക് നെവർ സേ നോ. അതായത് ഓക്കെ നമുക്ക് ചെയ്യാടാം, എന്നോട് തന്നെ പറയും നമുക്ക് ചെയ്യാടാം, നോ പ്രോബ്ലം, ഇതെല്ലാം നമുക്ക് ചെയ്യാം. ആൻഡ് ദെൻ ഹി ബ്രിങ്സ് ഓപ്ഷൻസ് ടു ദ ടേബിൾ. ഇതാണ് ഇങ്ങനെയാണ്, ഇതിലേതാ നമുക്ക് വേണ്ടത്, നമുക്ക് ചൂസ് ചെയ്യാം എന്ന്. ഇറ്റ് വാസ് എൻ ഓപ്പൺ ടോക്ക്, ഓപ്പൺ ഡിസ്കഷൻ. അതും ഏതൊരു ലാസ്റ്റ് മൊമെന്റിലാണെങ്കിലും ഒരു മൈനർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു മേജർ ചേഞ്ച്, ഹി വാസ് ഓൾവേസ് റെഡി ഫോർ ദാറ്റ്. അതിപ്പം എസ്പെഷ്യലി ഐ നോ ഫോർ എൻ ഇൻസ്റ്റൻസ്, ഞങ്ങളുടെ സൈറ്റ് വിസിറ്റ് വരുമ്പം ഞങ്ങളുടെ സ്റ്റഡി ഏരിയയുടെ ടേബിൾ ഇച്ചിരി ഹൈറ്റ് കൂട്ടണമായിരുന്നു. അപ്പം ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ആളിവിടെ ഉണ്ടായിരുന്നു, കാർപ്പൻറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ കാർപ്പൻറ്റർ വാസ് സോ സാഡ്. അപ്പം പക്ഷേ പൗലോസ് വാസ് ലൈക്ക് നോ പ്രോബ്ലം, നമുക്കത് ചെയ്യാം, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെരി വെൽ. നമ്മൾ പറയുന്ന ഓരോ പോയിന്റ് ആണെങ്കിലും എന്താണെങ്കിലും they were always open to the discussion. ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് ആക്ച്വലി ആസ് എ ഫ്രണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഫിനിഷിംഗ് ഓഫ് ദ വർക്ക് ഓൾസോ വി ആർ വെരി മച്ച് ഹാപ്പി. Our families were also very happy and we are very much satisfied with this. Thank you.